What's up people, welcome back to the second day of ridermania 2019. ഞങ്ങളപ്പോൾ ഇന്ന് നമ്മുടെ പിള്ളേരുടെ റേസ് ഒക്കെ ഉണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും റേസ് ഇന്നാണ്. ഹിമാലയൻ ക്ലാസ് ഞങ്ങൾ രണ്ട് റേസ് ഉണ്ട് ഹിമാലയാണ്. അപ്പോൾ രണ്ട് വണ്ടിയുടെ ഇന്ന് റേസ് ഉണ്ട്. സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ റൈഡർമേനിയുടെ പരിപാടികളൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റായി. ഞങ്ങളിപ്പോൾ തന്നെ നേരെ ഞങ്ങൾ 1, 2 വണ്ടിയുണ്ട്, 5 പേരുണ്ട്. എങ്ങനെ പോകുമെന്ന് അറിയില്ല, പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. ഒരു ഫ്രീക്കിനെ കാണിച്ചു തരാം. കണ്ടോ, പേര് പറയൂ. അനസ്. ഇതിന് ഇന്നലെ കണ്ടല്ലേ? എൻ്റെ പേര് പറഞ്ഞാ ഷാഹിദ്. പിന്നെ അവിടെ നമ്മുടെ ആദിമോനെ അവിടെ എന്തോ വലിയ പോകാനായിട്ട് റെഡിയായി മുട്ടി നിൽക്കുക. അപ്പോൾ നമുക്ക് നേരെ റൈഡർമേനിയ വെന്യൂലേക്ക് പോവാം. അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് ഒരാളെ കിട്ടി, സഞ്ജയ് ചേട്ടൻ. ഞങ്ങൾ ഒന്നിച്ചല്ലാട്ടോ വന്നത്, ഞങ്ങൾ വേറെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇതിന് എനിക്ക് ഇവിടെ നിന്ന് കളഞ്ഞു കിട്ടിയത്. ഇപ്പം ഞാൻ നമ്മുടെ ഇവിടെ ഇന്നലത്തെ ആ പാർട്ടി നടന്ന വെന്യൂടെ അവിടെയാണ്. നമ്മുടെ മുത്ത് സായിരാജ്. ഇപ്പം പൂനെക്കാരനാ, ഹിന്ദിക്കാരനാട്ടോ, മലയാളം ഒന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഒരു വോളുണ്ട്. ആ വോളിൽ നമുക്ക് എന്ത് സ്റ്റിക്കർ വേണമെങ്കിലും ഒട്ടിക്കാം കേട്ടോ, എന്ത് സാധനം വേണമെങ്കിലും. അപ്പോൾ ആദിൽ മോൻ എൻ്റെ സ്റ്റിക്കർ പൊളിച്ചോണ്ടിരിക്കുക. പൊളിക്കോ? കുറേ കമോൺ, ഒട്ടിക്കൊടിയേ. അപ്പോൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കണ്ടായി. നമ്മുടെ ക്ലീനസ്റ്റ് ബൈക്ക് എന്ന് പറഞ്ഞിട്ട് റോയൽ എൻഫീൽഡിൻ്റെ 2 വണ്ടിയാണ് നമുക്ക് പ്രൈസ് അടിച്ചേക്കണേ. ഞാൻ വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു തരി പൊടി തപ്പിയെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞേക്കണേ. വണ്ടികൾ 2 വണ്ടി. This is so clean. സ്ഥിതി നിങ്ങൾക്ക് എന്നെ കാണാൻ കണ്ടോ? ദ ക്ലീനസ്റ്റ് ബൈക്ക്. പ്രൈസ് അടിച്ച 2 ബൈക്കാണിത്. അവർ 2 പേരാണ് ഇതിൻ്റെ ഓണേഴ്സ്. ഏതോ ഒരു ക്ലബ്ബ് വന്നിട്ടുണ്ട്. ക്ലബ്ബ് ഇത് കണ്ടോട്ടോ. റേസ് ട്രാക്കിലേക്ക് വന്നു. റേസ് ട്രാക്കിൽ നമ്മുടെ ലേഡീസിൻ്റെ ഹിമാലയൻ ക്ലാസിൻ്റെ റേസ് നടക്കുന്നുണ്ട്. അതും നമ്മുടെ അർബൻ ലോക്കോമോട്ടിന് വേണ്ടി നടത്തുന്നുണ്ട്. ഞാൻ വണ്ടി ഓടിക്കുന്ന കാണിച്ചിട്ടോ അവര്. അതെ, നമ്മുടെ urban locomote പേരിൽ റേസ് ചെയ്യണ പുള്ളി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഹിമാലയൻ ഡീലർഷിപ്പ് ക്ലാസ്സിൽ. അപ്പോൾ അത് കാണിച്ചത് എങ്ങനെയാണ്. ബിഗിനേഴ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ ഇപ്പോൾ നമ്മുടെ ആഷിക്കാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ നിങ്ങൾക്ക് ഇനി അത് നമുക്ക് കുറച്ച് നേരം കാണാം. ആഷിക്കിൻ്റെ ബിഗിനേഴ്സ് ക്ലാസ് ആണത്.
last qualifying race for the dealer class number 32. Dealer class number 32, please line up. ഇതാണ് നമ്മുടെ സർക്കം നാവിഗേറ്റർ. എങ്ങനെയുണ്ടായിരുന്നു റേസ്? എങ്ങനെ പടവൻ എങ്ങനെയുണ്ടായി? പടവൻ കാണാൻ പറ്റില്ല. അവിടെ That's a challenge from number 3 to number 5. They don't want to get the bikes back. I wouldn't. Oh! And there we have it, some amazing flat track action here today at Royal Enfield flat track. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ സർവീസാണ്. നമ്മുടെ വെന്യൂടെ ഏറ്റവും ബാക്കിലായിട്ട് ഭയങ്കര വലിയൊരു സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട്. ഫുൾ കുറേ സ്റ്റാഫും കുറേ എല്ലാ സ്പെയർ പാർട്സും എല്ലാ കാര്യങ്ങളും അവിടെ അവരെങ്ങനെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആർക്കുണ്ടെങ്കിൽ വന്ന് വണ്ടി നമ്മുടെ സർവീസിന് കൊടുക്കാം. ഭയങ്കര പെട്ടെന്നാട്ടോ സർവീസ്. നമ്മൾ ഷോറൂമിൽ കൊടുക്കുന്ന പോലെയല്ല, ഭയങ്കര പെട്ടെന്നായിട്ട് നമുക്ക് സർവീസൊക്കെ അവിടെ നിന്ന് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞങ്ങളുടെ വണ്ടിയുടെ ഒരു ഗിയർ ലിവർ ഒടിഞ്ഞു, അത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വന്ന റേസ് വണ്ടിയുടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോവാം, റേസ് വണ്ടിയുടെ അങ്ങോട്ടേക്ക് നമ്മുടെ വണ്ടി എടുക്കാൻ. ആഷിഫുണ്ട്. ആഷിഫേ ഞങ്ങൾ അർബൻ ലോക്കോമോട്ട് അടിച്ചു ഫസ്റ്റ് പ്രൈസ്. നമ്മുടെ നിതിൻ നമ്മുടെ റേസിൽ രണ്ടുപേരിലെ ഒരാളാണ് നിതിൻ. അപ്പോൾ ആ പുള്ളി അടിച്ചു, ഫസ്റ്റ് അടിച്ചു, കപ്പെടുക്കുന്ന ഫോട്ടോ കാണിച്ചിട്ടോ. ഞങ്ങൾ ഇനി അങ്ങോട്ട് പോയി വണ്ടി സെറ്റ് ചെയ്യാണ്ട് ആണോ എന്നാൽ നാളെ ആയിരിക്കും കപ്പ്. നാളെ അപ്പോൾ ഡേ 3 നമുക്ക് കപ്പ് കിടക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇനി ഞങ്ങൾ നമ്മുടെ ഗിയർ ലിവർ അതെ അടുത്ത എക്സ്പെർട്ട് ക്ലാസ് ഓടിക്കാൻ പോകണം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ സെറ്റാക്കാൻ പോകാൻ വേണ്ടി. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോഴേ ചെറിയ സീൻ കിട്ടി, നമ്മളെ പിടിച്ചങ്ങ് പുറത്താക്കിയത്, നമ്മളെ കയറ്റില്ലാന്ന്. അപ്പോൾ അതേ പുറത്താ വേലിക്ക് പുറത്തത് കണ്ടോ, അവിടെ റേസ് നടക്കണേ. ഞങ്ങളെ പിടിച്ച് പുറത്താക്കി നൈസായിട്ട്. രാവിലത്തെ പരിപാടി കഴിഞ്ഞു, വൈകിട്ടത്തെ പരിപാടി തുടങ്ങാൻ പോകുന്നു. ഞങ്ങൾ ഇനി എന്താണ് പരിപാടി? ഇനി അടുത്ത പാർട്ടി. ഇന്ന് അവിയൽ ബാൻഡിൻ്റെ പരിപാടി ഉണ്ട്. ഇവിടെ DJ നടക്കുന്നുണ്ട്, അങ്ങ് ബാക്കിൽ അവിയലിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് കാണാൻ ഒന്ന് ഫ്രഷപ്പായിട്ട്. നമ്മളിനി രാത്രി അറിയാലോ നമ്മൾ ഗോപ്രോയിലാണെന്ന് വീഡിയോ എടുക്കണേ. അതാകുമ്പോൾ സിമ്പിളാണ്. ഇപ്പോൾ ഡാൻസ് കളിക്കാൻ, തുള്ളാനായാലും അതിന് വല്ലതും പറ്റിയാലും വലിയ ചിലവ് വ്യത്യാസമില്ല. ഇതിന് വല്ലതും പറ്റിയാൽ ഭയങ്കര ചിലവാണ്. അപ്പോൾ ഞാൻ റൂമിലെത്തി, ഞാൻ തിരിച്ചിനി ഞങ്ങൾ പാർട്ടിക്ക് പോവാണ്. ഇനി ഞാൻ പാർട്ടി വീഡിയോസ് ആയിരിക്കും, ഫുൾ ഗോപ്രോയിലായിരിക്കും എടുക്കാൻ പോകണം. നിങ്ങൾക്ക് എല്ലാ സൗണ്ടും കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ക്ലിയർ അല്ല, മൈക്കൊന്നുമില്ല, ജസ്റ്റ് ഗോപ്രോയിലാണ് വ്ളോഗ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി നേരെ പാർട്ടിക്ക് പോകാം. അവിയലിൻ്റെ പരിപാടിക്കാണ് ഞാൻ. പരിപാടി അപ്പോൾ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണമെന്ന് അറിയില്ല, പക്ഷേ അടിപൊളി പരിപാടിയാണ്, ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. നല്ല ക്രൗഡും ഉണ്ട് ഇവിടെ ഫുള്ളായിട്ട്.
അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നാളെ